ദേശീയപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട അപാകതയിൽ നടപടി വരികയാണ്. NHAIയുടെ ഭാഗത്ത് വീഴ്ചയുണ്ടായി എന്ന തരത്തിൽ നേരത്തെ തന്നെ നാട്ടുകാരുടെ ഭാഗത്ത് വലിയ പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു, വലിയ ആക്ഷേപമുണ്ടായി. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നിർമ്മാണ ചുമതലയുണ്ടായിരുന്ന കമ്പനിക്കെതിരെ, KNRC എന്ന കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകുന്നത്. കമ്പനിയെ ഡീബാർ ചെയ്യാനുള്ള തീരുമാനമാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ കമ്പനിക്ക് വിലക്കേർപ്പെടുന്നതിനൊപ്പം 2 ഉദ്യോഗസ്ഥർക്ക് സസ്പെൻഷൻ എന്ന നടപടി കൂടിയുണ്ട്. അനൂപ് ദാസ് വിവരങ്ങളുമായി. അനൂപ്, കരിമ്പട്ടികയിൽപ്പെടുന്നു. നേരത്തെ പലയിടത്തും ദേശീയപാത നിർമ്മാണത്തിൽ ചുമതലയുണ്ടായിരുന്ന കമ്പനിയാണ്, മുൻ എക്സ്പീരിയൻസ് ഉള്ള കമ്പനിയാണ്. കേരളത്തിലും ഇത് ആദ്യമായല്ല നിർമ്മാണത്തിന്റെ ഭാഗമാകുന്നത്. അങ്ങനെ ഒരു കമ്പനിക്കെതിരെയാണ് ഇപ്പോൾ കടുത്ത നടപടി ഉണ്ടാകുന്നത്. അത്രത്തോളം ദേശീയ തലത്തിൽ ചർച്ചയായിരുന്നു ഈ ദൃശ്യങ്ങൾ, ഈ സംഭവം. കേന്ദ്ര സർക്കാർ വളരെ ഗൗരവത്തോടു കൂടിയാണ് ഈ ഒരു കുഴപ്പം, കേരളത്തിൽ സംഭവിച്ച ദേശീയപാത നിർമ്മാണത്തിലെ അപകടം കാണുന്നത്. അതായത് ദേശീയപാത നിർമ്മാണം വലിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ള നിലയിലാണ് സർക്കാർ പരിഗണിക്കുന്നത്. കേരളത്തിൽ ഈ 2025 തന്നെ നിർമ്മാണം പൂർത്തിയാവും പ്രധാനപ്പെട്ട റീച്ചുകളിലെല്ലാം എന്ന നിഗമനത്തിലുമായിരുന്നു. പക്ഷേ നിർമ്മാണം പൂർത്തിയായി ഈ മാസം അവസാനം ഗതാഗതത്തിന് തുറന്നു കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന റീച്ചിലാണ് ഈ കുഴപ്പം സംഭവിച്ചത്. അത് ദേശീയപാത നിർമ്മാണത്തെയും അതിൻ്റെ വിശ്വാസ്യതയും എല്ലാം ബാധിക്കുമെന്നുള്ളതാണ് സർക്കാർ നേരിടുന്ന പ്രശ്നം. അതുകൊണ്ട് തന്നെയാണ് കടുത്ത നടപടിയിലേക്ക് പോകണം എന്ന തീരുമാനത്തിലേക്ക് സർക്കാർ പോയതും ആ നടപടി എടുക്കുകയും ചെയ്തത്. കേരളത്തിൽ മാത്രമല്ല, കേരളത്തിനും പുറത്തും ഏതാണ്ട് 870-ലധികം, ഏതാണ്ട് 900-ഓളം കിലോമീറ്റർ ദൂരം ഈ ദേശീയപാത നിർമ്മാണത്തിൽ പങ്കെടുത്തിട്ടുള്ള ഒരു കമ്പനിയാണിത്. കേരളത്തിൽ 70 കിലോമീറ്റർ നിർമ്മിക്കുന്നു. ആ 70 കിലോമീറ്ററിന് 2 റീച്ചും ഉദ്ഘാടനത്തിന് തുറന്നു കൊടുക്കാൻ ഇരിക്കുകയായിരുന്നു ഈ KNR കമ്പനി നിർമ്മിച്ച. അപ്പോഴാണ് ഈ കുഴപ്പം വരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കമ്പനിക്കെതിരെ നടപടി എടുത്തില്ല എങ്കിൽ അതൊരു തെറ്റായ സന്ദേശം ജനങ്ങൾക്കാകെയും രാജ്യത്തിനാകെയും നൽകും എന്നതുകൊണ്ടുകൂടിയാണ് ഇങ്ങനെ ഒരു നടപടിയിലേക്ക്, ഡീബാർ എന്ന കടുത്ത നടപടിയിലേക്ക് കേന്ദ്ര സർക്കാർ കടക്കാൻ കാരണം. കടുത്ത നടപടി ശരിയായ നടപടിയാണ്. പൊതുപണം ഉപയോഗിച്ചാണ് ഇത്തരം നിർമ്മാണങ്ങൾ നടക്കുന്നത്. ആളുകളുടെ ജീവന് വലിയ വിലയുണ്ട്. പൊതുപണത്തിന്റെ മൂല്യവും അത് വളരെ വലുതാണ്. നമ്മൾ പരിസ്ഥിതിയുമായി പലപ്പോഴും കോംപ്രമൈസ് ചെയ്താണ് പലയിടത്തും നിർമ്മാണ പ്രവൃത്തികൾ, ഇത്തരം വികസനം എന്ന പേരിൽ നിർമ്മാണ പ്രവൃത്തികൾ നടത്തുന്നത്. ആ കോംപ്രമൈസ് ചെയ്യുന്നത് പൊതുനന്മയെ ഉദ്ദേശിച്ചാണ്. പക്ഷേ അവിടെ വലിയ വീഴ്ച ഉണ്ടാകുന്നു എന്നത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. ഇപ്പോൾ കമ്പനിക്കെതിരെ നടപടി വന്നു, കൂടുതൽ നടപടികൾ ഉണ്ടാകും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.